പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 ജനുവരി 30 ഇന്ന് കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് സാധ്യതകളെ, സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ധാരണകളെല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സജീവമായ രംഗത്ത് വന്നിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ വളക്കൂറുള്ള മണ്ണായി കണക്കാക്കപ്പെടുന്ന കൊല്ലം ജില്ലയിലെ ചില സാധ്യതകളും, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള ജില്ല എന്നുള്ള നിലയ്ക്ക് മലപ്പുറം ജില്ലയിലെ ചില സാധ്യതകളും പരിശോധിക്കാനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ പൊതുവെ ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണാണ് എന്ന് പറയുമെങ്കിലും പലപ്പോഴും നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിജയം ഇടതുപക്ഷം നേടിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ബാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ബി UDF-നൊപ്പമായിരുന്നു. ഇപ്പോൾ അവർ LDF-നൊപ്പമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ കാണണം. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് ബാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന, ഇപ്പോൾ KP ഗണേഷ് കുമാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ബി. ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടല്ല, പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബൂർഷ്വാ പാർട്ടികളെന്ന് വിശേഷിപ്പിക്കുന്ന ചില പാർട്ടികളെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അവർ ചില ഇടങ്ങളിലെങ്കിലും പത്തനാപുരത്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കൊട്ടാരക്കരയിൽ മുൻ MLA ഐഷ പോറ്റി UDF-ലേക്ക് വന്നു. അതുപോലെ തന്നെ CPM-ൻ്റെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള വനിതാ നേതാവ് സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു. പിന്നെ ഇടതുപക്ഷത്തിന് അത്രമാത്രം സ്വാധീനമുള്ള വളക്കൂറുള്ള ഒരു മണ്ണാണെങ്കിൽ എന്തിനാണ് ഒരു സിനിമാ നടൻ എന്നുള്ള നിലക്ക് ഉള്ള മുകേഷിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റിയെ അതിനെ പൊളിറ്റിക്കലി യൂട്ടിലൈസ് ചെയ്യാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത്? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ അപ്പുറത്തുള്ള, അതിന് പുറത്തു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ കൂടി ജനപിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ മുകേഷിനെ വീണ്ടും മത്സരിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അതെല്ലാം അങ്ങനെയാണ്. കൊല്ലം കോർപ്പറേഷനിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കാണണം. അതുപോലെ തന്നെ ഈ ടേൺ കോഡ്സിൻ്റെ കാര്യം കാണണം. സുജാ ചന്ദ്രബാബു, അതുപോലെ തന്നെ ഐഷ പോറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശക്തമായ മത്സരം നടക്കാനിടയുള്ള ഇടങ്ങൾ കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും നിലവിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ് നിയമസഭയിലുള്ളത്. കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണുള്ളത്. പിന്നെ ഷിബു ബേബി ജോണിനെ പോലെയുള്ള ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ഒരു ദശകത്തോളമായി നിയമസഭയിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇരവിപുരം, ചവറ, കുന്നത്തൂർ പോലെയുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സിൽ നല്ല മത്സരം നടക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇപ്പോൾ ഇരവിപുരം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലകളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ 6 അസംബ്ലി സെഗ്മെൻറ്റ്സാണ് സൂചിപ്പിച്ചത്. കൊല്ലം ജില്ലയിൽ 11 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ 6 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ആര് വിജയിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക എന്നെനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ പരിശോധിക്കുന്നത് മലപ്പുറം ജില്ലയാണ്. 16 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള ഒരു വലിയ ജില്ലയാണ് മലപ്പുറം ജില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2016 മികച്ച വിജയം ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞപ്പോഴും 2021 UDF മലപ്പുറം ജില്ലയിൽ നിന്ന് 12 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. അതിൽ AP അനിൽകുമാർ മാത്രമാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, കാരണം സാധാരണ കോൺഗ്രസ് മത്സരിക്കാനുള്ള മണ്ഡലങ്ങൾ പൊന്നാനിയും തവനൂരും
നിലമ്പൂരുമാണ്. അതിൽ ഇടതുപക്ഷമാണ് തവനൂരിലും പൊന്നാനിയിലും നിലമ്പൂരിലും 2021 വിജയിച്ചത്. പിന്നീട് 2025 കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുപക്ഷം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവർ ഫീൽഡ് ചെയ്തിട്ട് അവർ പരാജയപ്പെട്ടു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒരു നഗരസഭയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്, പൊന്നാനി നഗരസഭയിൽ മാത്രം. മലപ്പുറം ജില്ലയിലുള്ള 94 ഗ്രാമപഞ്ചായത്തുകളിൽ 90 UDF വിജയിച്ചു, 3 മാത്രമാണ് LDF വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ LDFന് വിജയസാധ്യതയുള്ള പൊന്നാനി അസംബ്ലി സെഗ്മെൻറ്റിൽ CPMനകത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇവിടെ നിലവിലുള്ള MLA നന്ദകുമാർ ചേട്ടൻ സഖാവ് മത്സരിക്കാനിടയില്ല എന്നറിയുന്നു. അവിടെ ഈ നഗരസഭയ്ക്ക് പുറമെ, പൊന്നാനി നഗരസഭയ്ക്ക് പുറമെ 5 ഗ്രാമപഞ്ചായത്തുകൾ ഈ പൊന്നാനി അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. മാറഞ്ചേരി പോലെയുള്ള 5ഓളം അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ശക്തമായ മത്സരം നടക്കാനിടയുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സ് മലപ്പുറം ജില്ലയിൽ തവനൂർ, താനൂർ, നിലമ്പൂർ, ഒരുപക്ഷെ പെരിന്തൽമണ്ണ, പൊന്നാനി ഈ മണ്ഡലങ്ങളിലായിരിക്കും ശക്തമായ മത്സരം നടക്കാനിടയുള്ളത്. നിലവിലുള്ള ഞാൻ ഈ താനൂർ അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിടയ്ക്ക് സന്ദർശിക്കാറുള്ള ഒരാളാണ്. ഇപ്പോൾ അടുത്തും ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. ഒരു ആഴ്ച മുമ്പ് ഞാൻ താനൂരിൽ പോയി ചില ആളുകളോടൊക്കെ ഞാൻ രാഷ്ട്രീയം, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ചില കടകളിലൊക്കെ ചെന്ന് ആളുകളോട് ഞാൻ രാഷ്ട്രീയം സംസാരിച്ചു. അപ്പോൾ അവിടുത്തെ ആ ആളുകൾ, ഞാനിപ്പോൾ അവിടെ ഒരു ഏറെക്കുറെ 1,80,000 വോട്ടർമാരുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് താനൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ. വളരെ ചെറിയൊരു വിഭാഗം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വീട്ടമ്മമാരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നമുക്കങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവിടുത്തെ ചില ആളുകളൊക്കെ വി അബ്ദുറഹ്മാനാണ് മത്സരിക്കുന്നതെങ്കിൽ വിജയിക്കുമെന്ന് ഈ ഷോപ്പുകളിലുള്ള ആളുകളും റെയിൽവേ സ്റ്റേഷനിലുള്ള ചില ആളുകളൊക്കെ പറയണ്ടായി. അതേസമയം അവിടെ നല്ലൊരു മത്സരം നടക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാം. പിന്നെ ഈ തവനൂർ അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ അവിടെ ഇപ്പോഴത്തെ MLAക്ക് നല്ല ജനപ്രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തവനൂരിലെ ഇപ്പം നിലവിലുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA മത്സരിക്കാനിടയില്ല എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ കാരണം ഈ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDFനേക്കാൾ UDFന് അധികമായി ലഭിച്ചത് 5% വോട്ടും 12 ലക്ഷം വോട്ട്. അതായത് ശതമാനക്കണക്ക് നോക്കുമ്പോൾ LDFനേക്കാൾ 5% വോട്ട്. നമ്പർ ഓഫ് വോട്ട്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ 12 ലക്ഷം വോട്ടുകളിൽ 6 ലക്ഷം വോട്ടുകളും LDFനേക്കാൾ UDFന് അധികം ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ 7 അതായത് 14-ൽ 7 UDFും 7 LDFുമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ വിജയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ചില ജില്ലാ പഞ്ചായത്തുകളിൽ അവരുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്കിടയിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ചില ആളുകൾ പറയുന്നത് ഈ ഇടതുപക്ഷത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ള ജില്ലകൾ, ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട്, തൃശ്ശൂർ പോലെയുള്ള ജില്ലകൾ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകൾ കൂടുതൽ അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ളവയാണ്. അതേസമയം എറണാകുളവും മലപ്പുറവും UDFനൊപ്പമാണ്. കൂടുതൽ അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള 2 ജില്ലകളാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള കുറഞ്ഞ അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള ജില്ലകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്നത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് വസ്തുതയാണ്, പറയുന്നതല്ല, വസ്തുതയാണ്.
നമ്മൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ 12 ലക്ഷം വോട്ടുകൾ അധികമായി ലഭിച്ചതിൽ 6 ലക്ഷവും മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായി ലഭിച്ചതാണ് എന്നുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നിലവിൽ ഈ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന MLA പോലും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നിലവിലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLAയും മുൻ മന്ത്രിയുമായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, നിലവിൽ ഞങ്ങളവിടെ 4 2021 വിജയിച്ചത്. ഈ 4 ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അതായത് പൊന്നാനി, തവനൂര്, പൊന്നാനി, താനൂര്, നിലമ്പൂര്, അതുപോലെ ഒരു അസംബ്ലി സെഗ്മെൻറ്റ് കൂടിയുണ്ട്, അത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പൊന്നാനി, താനൂര്, നിലമ്പൂര്, മറ്റൊരു അസംബ്ലി സെഗ്മെൻറ്റ് കൂടിയുണ്ട്. ഇതിൽ താനൂരിൽ മത്സരിക്കാൻ അവിടുത്തെ സ്ഥാനാർത്ഥിക്കോ തവനൂരിൽ മത്സരിക്കാൻ അവിടുത്തെ സ്ഥാനാർത്ഥിക്കോ ആത്മധൈര്യം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതേസമയം UDF വിജയിച്ചിട്ടുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ഈ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ മാത്രമാണ് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ നിലവിലെ സാഹചര്യത്തിൽ LDF സാധിക്കുക. ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം, ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചു വരാൻ കാരണം, ഈ 6 ലക്ഷം വോട്ടുകളും മലപ്പുറം ജില്ലയിൽ നിന്നാണ് അധികമായി ലഭിച്ചത് എന്നുള്ള വസ്തുതയെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന MLA തിരിച്ചറിയുന്നുണ്ട്. മാത്രവുമല്ല, പലപ്പോഴും ഞങ്ങൾ വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെ ആകെയും ഇടതുപക്ഷം വല്ലാതെ തെറ്റായ രീതിയിൽ മറ്റ് പ്രദേശങ്ങളിലും മറ്റ് സമുദായങ്ങൾക്കിടയിലും ഈ സമുദായത്തെയും ഈ ജില്ലയെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ നിരന്തരം ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളെ PV അൻവർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ എങ്ങനെയാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് പിടികൂടപ്പെടേണ്ടതായ കസ്റ്റംസ് പിടികൂടേണ്ട സ്വർണം എങ്ങനെയാണ് എയർപോർട്ടിന് പുറത്ത് വെച്ച് കേരള പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു സ്വർണ്ണ അതുപോലെയുള്ള ഒരു മാഫിയയുടെ കേന്ദ്രമായി ക്രൈം സെൻ്ററായി മലപ്പുറം ജില്ലയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ അതൊരു PR ഏജൻസിയിൽ വർക്കാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡിനൈ ചെയ്തു എങ്കിലും അത്തരത്തിലുള്ള മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലുടനീളമുള്ള ഒരു പൊതു വികാരമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തെയും മലപ്പുറം ജില്ലയെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ 12 ലക്ഷം വോട്ടുകളിൽ 6 ലക്ഷം വോട്ടുകൾ അധികമായി മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായിട്ടാണ് UDF ലഭിച്ചത്. 12 ലക്ഷം വോട്ടുകളാണ് ആകെ UDF സംസ്ഥാനത്ത് LDF കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. അതിൽ 6 ലക്ഷം വോട്ടുകൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളതാണ്. 94ൽ 90 ഗ്രാമപഞ്ചായത്തുകളും വിജയിച്ചിട്ടുള്ളത് UDF ആണ്. നഗരസഭകളിൽ പൊന്നാനി ഒഴിച്ചുള്ള എല്ലാ നഗരസഭകളും UDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ 16ൽ 16 സീറ്റുകളും UDF വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള, അഥവാ UDF പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടാനോ അല്ലെങ്കിൽ നേരിയ മാർജിനിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി നമുക്ക് തവനൂര്, താനൂര്, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളെ കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ നിലവിലുള്ള MLA സ്ഥലങ്ങളുണ്ട്. തവനൂര്, പൊന്നാനി, ഇവിടെയാണ് നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ MLA ഉള്ളത്. മുമ്പുണ്ടായിരുന്നത് നിലമ്പൂരിലൂടെ. അപ്പോൾ കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.